വൺ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസ്റ്റഡ് ക്ലാസ്സസ് ഇൻ ജാവയാണ്. അതായത് ജാവയ്ക്കകത്ത് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേറെ ക്ലാസ്സുകൾ വന്നാൽ അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിൽ തന്നെ സ്റ്റാറ്റിക് ക്ലാസ്സുകൾ വന്നാൽ എന്ത് ചെയ്യും, അല്ല സാധാരണ ക്ലാസ്സുകളാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്, ഇതിനെപ്പറ്റിയെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെസ്റ്റഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നെസ്റ്റഡായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടുപോലെ ഒരു ക്ലാസ് കൂടി വരുന്നതിനെയാണ് നെസ്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നെസ്റ്റഡായിട്ട് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലൊരു ക്ലാസ്, അതിൻ്റെ ഉള്ളിലൊരു ക്ലാസ്, അതിൻ്റെ ഉള്ളിലൊരു ക്ലാസ്, അങ്ങനെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമുക്ക് നെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് നെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. സോ സ്കോപ്പ് ഓഫ് ദി നെസ്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഔട്ടർ ക്ലാസ്സിനെ ബൗണ്ട് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഔട്ടർ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇന്നർ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് ക്ലാസ് ബി എന്ന് പറയുന്നത് ക്ലാസ് എയിൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ ബിക്ക് തന്നെത്താനെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ബി എന്ന് പറയുന്നത് എയിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ക്ലാസ് ബി എന്ന് പറയുന്നത് എയിൻ്റെ ഉള്ളിലാണ് എങ്കിൽ ബീന് തന്നെത്താനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എയിനെ വച്ച് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. നെസ്റ്റഡ് ക്ലാസ് ഹാസ് ആക്സസ് ടു മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ദി എൻക്ലോസിങ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലൊരു ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള ക്ലാസ്സിന് അതിൻ്റെ പുറത്തുള്ള ക്ലാസ്സിന് എല്ലാ കാര്യങ്ങളും അതിന് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇൻക്ലൂഡിങ് പ്രൈവറ്റ് മെമ്പേഴ്സിനെ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലാസ്സിന് ആക്സസബിൾ ആയിരിക്കും. ഈ എൻക്ലോസ് ചെയ്യുന്ന ക്ലാസ്സിന് പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആക്സസ് ടു മെമ്പേഴ്സ് ഓഫ് ദി നെസ്റ്റഡ് ക്ലാസ്. ആ എൻക്ലോസ് ചെയ്യുന്ന ക്ലാസ്സിന് അതിൻ്റെ മെമ്പേഴ്സിന്, അതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് നോക്കാം. ഇവിടെ ഔട്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. അതിൻ്റെ ഉള്ളിൽ വി ഹാവ് ആൻ ഇന്നർ ക്ലാസ്. ഇതാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്, ഔട്ടർ ക്ലാസ്സിന് അതിൻ്റേതായ വേരിയബിൾസും മെത്തേഡ്സും ഒക്കെ കാണും. ഇന്നർ എന്ന് പറയുന്നത് ഔട്ടറിൻ്റെ ഉള്ളിലുള്ള ക്ലാസ്സാണ്. ഔട്ടറിൻ്റെ അകത്തുള്ള എല്ലാ വേരിയബിൾസും ഇന്നറിന് അവൈലബിൾ ആണ്. പക്ഷേ ഇന്നറിൻ്റെ അകത്തുള്ള വേരിയബിൾസ് ഔട്ടറിന് അവൈലബിൾ ആകണമെന്നില്ല. സോ നെസ്റ്റഡ് ക്ലാസ് ദാറ്റ് ഇസ് ഡിക്ലെയർഡ് ഡയറക്ട്ലി വിത്തിൻ ദി എൻക്ലോസ്ഡ് ക്ലാസ് സ്കോപ്പ് ഈസ് എ മെമ്പർ ഓഫ് എ എൻക്ലോസിങ് ക്ലാസ്. ഇവിടെ ഈ ഇന്നർ എന്ന് പറയുന്നത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു മെമ്പറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വരാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെസ്റ്റഡ് ക്ലാസ് തന്നെ സ്റ്റാറ്റിക് ആകാം, നോൺ സ്റ്റാറ്റിക് ആകാം. അപ്പോൾ ക്ലാസ് ക്യാൻ ബി സ്റ്റാറ്റിക് ഓർ നോൺ സ്റ്റാറ്റിക് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ തന്നെ സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് ഉണ്ട്. അപ്പോൾ നെസ്റ്റഡ് ക്ലാസ് എങ്ങനെയാണ് സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് വരുന്നത് എന്നാണ് നമുക്ക് അടുത്തത് അറിയേണ്ടത്. സോ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് വന്നാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു മോഡിഫയർ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. സ്റ്റാറ്റിക് മോഡിഫയർ വരികയാണെങ്കിൽ നമുക്ക് ഇറ്റ് മസ്റ്റ് ആക്സസ് ദി മെമ്പർ ഓഫ് ദി എൻക്ലോസിങ് ക്ലാസ് ത്രൂ ആൻ ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാറ്റിക് ക്ലാസ് വരികയാണെങ്കിൽ ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി എൻക്ലോസിങ് ക്ലാസ്സിൻ്റെ ഡയറക്റ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. മെമ്പേഴ്സിന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഇവിടെ ഔട്ടർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ഔട്ടറിൻ്റെ അകത്ത് ഔട്ടർ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. സോ ഔട്ടർ എക്സ് ഇസ് എ വേരിയബിൾ. അതിൻ്റെ അകത്ത് 100 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത്. ഔട്ടറിൻ്റെ തന്നെ ഒരു മെത്തേഡാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് നെസ്റ്റഡ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. സോ നെസ്റ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ദിസ് ഈസ് ആൻ ഇന്നർ ക്ലാസ് ആണ്. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്.
സ്മോൾ ലെറ്ററിൽ നെസ്റ്റഡ് എന്നാണ് ആ ഒബ്ജക്റ്റിൻ്റെ പേര്. സോ ഇവിടെ നോക്കണം, വി ഷുഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇവിടെ N ക്യാപിറ്റലാണ്, ക്ലാസിൻ്റെ പേരായതുകൊണ്ടാണ്. ക്ലാസിൻ്റെ പേര് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ദെൻ ബാക്കി ആ ഒബ്ജക്റ്റിൻ്റെ പേര് സെയിം നെസ്റ്റഡ് എന്ന് തന്നെയാണ്, പക്ഷേ എവറിത്തിങ് ഇസ് സ്മോൾ ലെറ്റേഴ്സ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. ജാവ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. യു ഷുഡ് നോട്ട് ദാറ്റ്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്നർ ക്ലാസ്സിനെ ഒരു ഒബ്ജക്റ്റ് വച്ചാണ് വിളിച്ചിരിക്കുന്നത്. ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, നെസ്റ്റഡ് ഡോട്ട് ഡിസ്പ്ലേ. അതായത് ആ ഇന്നർ ക്ലാസ്സിൻ്റെ അകത്തെ ഒരു ഫങ്ഷനെ വിളിക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നർ ക്ലാസ്. ഇതൊരു സ്റ്റാറ്റിക് ക്ലാസ് ആണ്. സോ സ്റ്റാറ്റിക് ക്ലാസ് നെസ്റ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഈ ഔട്ടർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു വേരിയബിളിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. സ്റ്റാറ്റിക് മീൻസ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് കമ്പൈലറിന് കാണാൻ പറ്റുന്ന, ആദ്യമേ തന്നെ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ളതിനെ എല്ലാത്തിനെയും ചെയ്തു വയ്ക്കും. ഇപ്പോൾ മെയിൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് മെയിനാണ്. അപ്പോൾ മെയിനിന് തുടക്കം തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെയായിരിക്കും സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം. സോ ഇവിടെ നമുക്ക് തുടക്കം തന്നെ ചെയ്തു വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഔട്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റായിട്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം ഫസ്റ്റ് ഇനീഷ്യലി ലോഡ് ചെയ്യാൻ നേരത്ത് ഔട്ടർ എന്ന് പറയുന്ന സ്റ്റാറ്റിക് ക്ലാസ് അല്ലാത്തതുകൊണ്ട് അത് ലോഡ് ആവില്ല. അപ്പോൾ നമുക്ക് എറർ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ സ്റ്റാറ്റിക് ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് എങ്കിൽ ഇന്നർ ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ വച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഔട്ടർ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനെ. സോ എനിക്കിപ്പോൾ ഈ ഔട്ടർ അണ്ടർസ്കോർ എക്സിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഔട്ടറിൻ്റെ ഔട്ടർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ഡോട്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇവിടെ സ്റ്റാറ്റിക് ക്ലാസ്സിൻ്റെ അകത്ത് അതിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ടർ എക്സ് 100 എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഔട്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഔട്ടർ ഈക്വൽ ടു ന്യൂ ഔട്ടർ എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. സോ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നു. ഔട്ടർ ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ടെസ്റ്റ് ഇവിടെ എത്തുന്നു. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നെസ്റ്റഡിൻ്റെ ഡിസ്പ്ലേനെ കോൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഡിസ്പ്ലേ ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു OBJ ഡോട്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 100 എന്ന് നമുക്ക് പ്രിൻ്റായി കാണുന്നു. സോ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റാറ്റിക് ഇന്നർ ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഇനിയിപ്പോൾ ഇന്നർ ക്ലാസ് തന്നെ നോൺ സ്റ്റാറ്റിക് ആണ് എങ്കിൽ നോൺ സ്റ്റാറ്റിക് ഇന്നർ ക്ലാസ് ഇസ് കോൾഡ് ഇന്നർ ക്ലാസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയാണ് കൊടുക്കുന്നത് എങ്കിൽ ഇറ്റ് ഹാസ് ആക്സസ് ടു ഓൾ വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇറ്റ്സ് ഔട്ടർ ക്ലാസ്. ചുമ്മാ അതിൻ്റെ പേര് വിളിച്ച് നമുക്ക് നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് വെറുതെ പേര് വിളിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ സെയിം സംഭവം തന്നെ, സെയിം പ്രോഗ്രാം തന്നെ ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആ സ്റ്റാറ്റിക് കീവേഡ് ഇല്ല. അതാണ് ഇവിടെ ഉള്ളൊരു ഡിഫറൻസ്. ഇവിടെ സ്റ്റാറ്റിക് എന്ന കീവേഡ് ഇല്ല. ദിസ് ക്ലാസ് ഇതൊരു നോൺ സ്റ്റാറ്റിക് ക്ലാസ് ആണ്. സോ ഔട്ടർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഇന്നർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. സോ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ നമ്മൾ ഇന്നർ ക്ലാസ്സിൽ ഔട്ടർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഔട്ടർ അണ്ടർസ്കോർ എക്സ് 100 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇതാണ് സ്റ്റാറ്റിക്കും നോൺ സ്റ്റാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഇത് ഇന്നർ ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് മെയിൻ ഉണ്ട്. മെയിൻ്റെ അകത്ത് ഔട്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഔട്ടർ ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ മെത്തേഡിൽ വന്നു. ഇവിടെ ഇന്നറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇന്നർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞേക്കുവാണ് ഔട്ടർ എക്സിനെ.
ഇപ്പോഴും നമ്മൾ ചെയ്തേക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇന്നർ ക്ലാസ്സിലെ ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കിടക്കുന്നത് ഇന്നർ ക്ലാസ്സിലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ടർ ക്ലാസ്സിൽ പോയിട്ട് അവിടെ നമ്മൾ ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ആ മെത്തേഡിനെ വിളിക്കുകയാണ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മൾ ഔട്ടറിൻ്റെ ആ ഒബ്ജക്റ്റിൽ പോയിട്ട് നമ്മൾ ഔട്ടറിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡിൻ്റെ ഉള്ളിൽ ഇന്നറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇന്നറിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഡിസ്പ്ലേനെ വിളിച്ചേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഔട്ടറിൻ്റെയും ഇന്നറിൻ്റെയും 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ്ലി നമ്മൾ ഇവിടെ ഇതിൻ്റെ പുറത്തുള്ളൊരു ക്ലാസ്സിലല്ല നമ്മൾ ഇന്നറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന്, അതായത് ഡയറക്റ്റ്ലി ഇപ്പോൾ ഇന്നർ ഇവിടെ ഔട്ടറിന് പകരം ഇന്നർ ഐ ഈക്വൽ ടു ന്യൂ ഇന്നർ എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ഗിവ് us an error. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഔട്ടറിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സാധനമാണ്. അത് അതിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് ആണ്. അതിനെ പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നർ ക്ലാസ് ഡെമോ എന്ന് പറയുന്ന ഈ ക്ലാസ്സിന് ഇതിനെ വിസിബിൾ അല്ല. ഇയാൾക്ക് മാത്രമേ അതിന് വിസിബിൾ ആയിട്ടുള്ളൂ. ഈ ഔട്ടർ എന്ന് പറയുന്ന ക്ലാസ്സിന് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു സാധനം എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ആ ബോക്സിൽ നോക്കുകയാണെങ്കിൽ അതിനെ കാണാൻ പറ്റും. ആ ബോക്സിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സെയിം സിനാരിയോ ആണ്. ഇപ്പോൾ ബോക്സിൽ നിന്നൊരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് തുറന്ന് ബോക്സിൽ നിന്ന് എടുക്കണം. അല്ലാണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ഉള്ളിലിരിക്കുന്ന സാധനത്തിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. ആ ബോക്സ് വഴിയാണ് നമുക്കാകെ ആക്സസ് ഉള്ളത്. അതാണ് ഇന്നർ ക്ലാസ്സും ഔട്ടർ ക്ലാസ്സും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ അകത്ത് ഔട്ടർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബോക്സാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഉള്ളിലൊരു പെട്ടി ഉണ്ടെങ്കിൽ അതാണ് ഇന്നർ ക്ലാസ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പുറത്തുള്ളൊരു ക്ലാസ്സാണ്. പുറത്തുനിന്നുള്ളൊരു ക്ലാസ്സിന് ആ ഇന്നറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മോതിരം ഉണ്ടെന്നിരിക്കട്ടെ. ആ മോതിരം എനിക്ക് എടുക്കണം. മോതിരം എടുക്കണമെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ആ മോതിരം അതിൻ്റെ അകത്തുണ്ടെന്ന് കാണാൻ പറ്റില്ല. നമുക്കതിന് യൂസ് ചെയ്യണമെങ്കിൽ ആ ബോക്സ്, ആ ഔട്ടർ ബോക്സ് തുറന്ന് നോക്കിയാൽ മാത്രമേ ആ ഇന്നറിലുള്ള ആ മോതിരം കാണാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ വർക്കിംഗ്. സോ ഇവിടെ നോൺ സ്റ്റാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ ഉള്ള വേരിയബിൾസിനെ എല്ലാം ഔട്ടർ ക്ലാസ്സിലുള്ള വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും ഇന്നർ ക്ലാസ്സിൽ വിസിബിൾ ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളൊരു മോതിരം ഇട്ടു, അതിൻ്റെ കൂടെ ഇപ്പോൾ അതേ സ്ഥലത്തിൽ തന്നെ ഞാനിപ്പോൾ ഒരു മാല ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോതിരവും മാലയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അതാണ് ഇന്നർ ക്ലാസ് തമ്മിലുള്ള ബന്ധം. സോ ദാറ്റ് ഈസ് അബൌട്ട് നോൺ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാറ്റിക് മെമ്പർ. ഇപ്പോഴും നമ്മൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ എനിക്ക് ഔട്ടറിൽ പോയി ഇന്നറിൽ പോയി എടുക്കുന്നതിന് പകരം എനിക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നും കൂടി എനിക്ക് അറിയണം. സോ ഇപ്പോൾ എനിക്ക് ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഔട്ടർ ക്ലാസ്സിൻ്റെ പുറത്ത്, അതായത് പുറത്തുള്ള ഒരാൾക്ക് ആ ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ടർ ഡോട്ട് ഇന്നർ എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ ബോക്സിൻ്റെ അകത്ത് ഈ മോതിരം എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മോതിരം ആക്സസ് ചെയ്യാൻ പറ്റും. ഔട്ടർ ഡോട്ട് ഇന്നർ OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈക്വൽ ടു ഔട്ടർ ഒബ്ജക്റ്റ് ഡോട്ട് ന്യൂ ഇന്നർ എന്ന് പറയേണ്ട വരും. സോ ദിസ് ഈസ് ഹൗ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് പക്ഷേ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്നർ ഡോട്ട് ഔട്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എറർ. ഔട്ടർ ഡോട്ട് ഇന്നർ, ഔട്ടർ ക്ലാസ് ഡോട്ട് ഇന്നർ ക്ലാസ് എന്ന് പറഞ്ഞ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട വരും. ഔട്ടർ ഒബ്ജക്റ്റ് ഡോട്ട് ന്യൂ ഇന്നർ എന്ന് തന്നെ പറയേണ്ട വരും. എന്നാലേ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഹൗ നമ്മൾ ഒരു ഇന്നർ ക്ലാസ്സിനെ പുറത്തേക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദി ഇൻസ്റ്റൻസ് ഓഫ് ഇന്നർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ക്ലാസ് ഔട്ടർ. സോ നമുക്ക് ഒരു ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ഇന്നർ ഔട്ട്സൈഡ് ഔട്ടർ കിട്ടണമെങ്കിൽ
ബൈ ക്വാളിഫയിങ് ഇറ്റ്സ് നെയിം വിത്ത് ഔട്ടർ ക്ലാസ് നെയിം ആസ് ഇൻ ഇങ്ങനെ ചെയ്യേണ്ട വരും. സോ ദിസ് ഇസ് അബൌട്ട് നമ്മുടെ നെസ്റ്റഡ് ക്ലാസ്. ഈ നെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് വേറൊരു ക്ലാസ് വരുന്ന ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേണമെങ്കിൽ ആക്കാം. ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് വേറൊരു ക്ലാസ് ഒരു ഫോറിൻ്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് അടുത്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ ഡിഫൈനിങ് എ ക്ലാസ്, ഇന്നർ ക്ലാസ് വിത്തിൻ എ ഫോർ ലൂപ്പ്. ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ഔട്ടർ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഔട്ടർ അണ്ടർസ്കോർ എക്സ് 100 ആണ്. ടെസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടറിൻ്റെ മെത്തേഡാണ്. ഔട്ടറിൻ്റെ മെത്തേഡാണ് ടെസ്റ്റ്. അതിൻ്റെ ഉള്ളിലൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ആ ഫോർ ലൂപ്പ് 0 മുതൽ 5 വരെ ചെയ്യാനുള്ളതാണ്. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. അതായത് ഈ ഫോർ ലൂപ്പ് ട്രൂ ആകുന്നിടത്തോളം നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. സോ വോയിഡ് ഡിസ്പ്ലേ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ ഔട്ടർ എക്സ് ഈക്വൽ ടു ഔട്ടർ എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇന്നറിന് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇന്നറിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറയുകയാണ്. ക്ലാസ് ഈ ഇന്നർ ക്ലാസ് ഇതാ ഇവിടെ തീർന്നു. അത് കഴിയുമ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡിസ്പ്ലേനെ വിളിക്കാനായിട്ട് നമ്മളോട് പറയുകയാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിപ്പോൾ നമ്മൾ ഔട്ടറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഔട്ടർ ഡോട്ട് ടെസ്റ്റിനെ വിളിക്കുകയാണ് എങ്കിൽ നമ്മൾ ഈ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഔട്ടറിൻ്റെ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ടെസ്റ്റിനെ വിളിക്കുകയാണ് എങ്കിൽ ആദ്യം i = 0 ആയിരിക്കും. i = 0 നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്തു, ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ ഔട്ടർ ഇതാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ക്ലാസ് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ഇവിടെ എത്തിയപ്പോൾ ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ ഇന്നർ എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇന്നർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇവിടെ വന്നു. ഡിസ്പ്ലേ ഔട്ടർ എക്സ് = 100 എന്ന് ഫസ്റ്റ് ടൈം നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മളോട് പറയുകയാണ് i ഒന്ന് കൂട്ടാൻ പറഞ്ഞു. i become 1 ആയി. എഗെയിൻ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്. വീണ്ടും ആ ഇന്നറിന് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇന്നർ ഡോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണ്. വീണ്ടും നമ്മളിത് ഇവിടെ എത്തി 100. അങ്ങനെ 1 2 3 4 5 ടൈംസ് നമ്മൾ ക്ലാസ്സിന് ഇനീഷ്യലൈസ് ചെയ്ത് ക്ലാസ്സിന് പുതിയ ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഈ ഫോർ ലൂപ്പിൻ്റെ ഇവിടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഫോർ ലൂപ്പ് തീരുമ്പോൾ ഒരു ബ്ലോക്ക് തീർന്നു. ആ ബ്ലോക്ക് തീർന്നു കഴിയുമ്പോൾ അത് പോയി പിന്നീട് വീണ്ടും അതിനെ റീഇനീഷ്യലൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ഒന്നും സ്റ്റോർ ചെയ്ത് വയ്ക്കുകയൊന്നുമില്ല. അതുകൊണ്ടാണ് ഓരോ തവണ നമുക്ക് 100 100 100 100 എല്ലാം 100 നമുക്ക് വാല്യൂ കിട്ടിയത്. ഇങ്ങനെയും ചെയ്യാം. ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേണമെങ്കിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. So this is about inner class in Java. Hope you find it helpful. Thank you.